നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണല്ലോ മാഡം. മീനാക്ഷിയെ, അവളെ വേണോ എനിക്ക്? അതിനുള്ള മറുപടി ഞാനും പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഇല്ല, മീനാക്ഷി ഒരിക്കലും നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? മീനാക്ഷി എന്റെ ചോരയാ. അവളെ എനിക്ക് കിട്ടിയേ തീരൂ. ചോരയുടെ വില അറിയാവുന്ന ഒരു ദിവ്യൻ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം മിസ്റ്റർ. നിങ്ങളാരും മനഃശാസ്ത്രജ്ഞയോ? മര്യാദയ്ക്ക് നിങ്ങൾ മീനാക്ഷിയെ വിളിക്കുന്നോ അതോ? വാച്ചർ, ഇയാളെ ആരെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടത്? ഇവിടെ ആവശ്യമില്ലാത്തവരൊന്നും കടത്തിവിടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? അത് മാഡം. വേഗം ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കും. ഒന്ന് പോടോ അവിടുന്ന്. തനിക്കറിയില്ല ഈ സദാശിവനെ. സദാശിവൻ പരമ ചെറ്റയാ. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ചുമ്മാ വരട്ടല്ലേ വെമ്പറുന്നവരെ. സദാശിവൻ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ. പോലീസിനെ വിളിക്കുന്നെങ്കിൽ വിളിക്കേ, വരട്ടെ. എനിക്കും ചിലതൊക്കെ അവരോട് പറയാനുണ്ട്. അഭയകേന്ദ്രം ഒന്നും പറഞ്ഞ് പെൺവാണി പോലെ നിങ്ങളിവിടെ നടത്തുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിന്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പിന്നെ രേണുകയെന്നും പറഞ്ഞൊരു പെണ്ണ് ഇവിടുന്ന് ചാടിപ്പോയില്ലേ? എങ്ങോട്ട് എങ്ങോട്ട് പോയി? കൊന്നു. നിങ്ങൾ അവളെ കൊന്നു. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് ഈ സദാശിവന്റെ വായടപ്പിക്കാന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടത്തെ കൊള്ളരുതായ്മകൾ മുഴുവൻ വെളിയിൽ പറയുമെന്ന് പേടിച്ച് നിങ്ങൾ ആ പെണ്ണിനെ കൊന്നല്ലേ? അതൊക്കെ ഈ നാട്ടില് സദാശിവം പാട്ടാക്കിയിരിക്കും. നോക്കിക്കോ. നിങ്ങളെ കൊണ്ട് ആ പെണ്ണിന്റെ കൊലപാതകത്തിന് ഉത്തരം പറയിപ്പിക്കും ഞാൻ. ഇറങ്ങി പോടോ, പിടിച്ച് പുറത്താക്കണോ. ഒന്ന് പോടോ. പൊയ്ക്കോ. ഈ സദാശിവനും പോവാ. പോയിട്ട് ഞാൻ വരും സർവ്വസന്നാഹങ്ങളുമായിട്ട്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സദാശിവൻ ആരാണെന്ന്. ഇപ്പൊ പൊയ്ക്കോ. എന്റെ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരഭയകേന്ദ്രം ഇത് പൂട്ടി സീൽ വെപ്പിച്ചില്ലെങ്കിൽ ഈ സദാശിവന്റെ പേര് മാറ്റിക്കോ. കോട്ടയം വെമ്പർന്നോത്തി. அந்த அவர் துஷ்டனாக்குன்னு அனந்துக்கு தெரியாது மீனாட்சி. அல்வா வாங்கி தரேன்னு சொன்னாலதான் உன்னை கூப்பிட வந்த. என்கிட்ட பணங்க கூடாதுன்னா இனி யார் அல்வா வாங்கி தரேன்னு சொன்னாலும் டவுனுக்கு கொண்டு வரேன்னு சொன்னாலும் அனந்து மீனாட்சியை வந்து கூப்பிட மாட்டேன். அழக்கூடாதுன்னா அழக்கூடாது மீனாட்சி. அழ வேண்டாம்னு சொன்னேன்ல. மீனாட்சி அழுதா எனக்கும் அழுக வரும். அதனால தானே வேண்டாமா, அழக்கூடாது. அக்கா மீனாட்சி அழுகிறான் பாருங்களேன். കുട്ടി എന്തിനാ കരയുന്നത്? കുട്ടിയെ ഇവിടുന്ന് ആരും കൊണ്ടുപോയില്ല. ഈ മാഡം ജീവിച്ചിരിക്കോളം ഇവിടെ ആർക്കും ഒന്നും വരില്ല. അപ്പൊ രേണു ചേച്ചിയെ കാണാൻ പോണത്? രേണു ചേച്ചി ആരൊക്കെ ചാടിച്ചത്? അനന്തു, അരുത്, അങ്ങനെയൊന്നും പറയരുത്. രേണുകയെ ആരും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ രേണു ചേച്ചി വരല്ല? അനന്തോട്ട് പിണക്കമാ? ഇല്ല അനന്തു, രേണു ചേച്ചി വരും. എപ്പ വരും? ഉടനെ. രേണു ചേച്ചി നല്ല ചേച്ചിയാ. അനന്തുക്ക് അലുവ വാങ്ങി തരാൻ சொல்லியிருந்தா. இப்ப அனந்துக்கு கூட்டு மீனாட்சி மட்டும்தான் இருக்கு. ഇനി മീനാക്ഷിയും കളഞ്ഞു പോകുമാക്കാ? അനന്തു, വെറുതെ ഓരോന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ പേടിപ്പിക്കാതെ. അനന്തു പോയി കുളിക്ക്. എന്നാ മീനാക്ഷിയും വാ. വാ മീനാക്ഷി. മദർ, എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഓക്കെയാണ്, ബട്ട് മെന്റൽ കണ്ടീഷൻസ്.
ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഹെൽപ്ലെസ്. ഞങ്ങളിനി ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. അവകാശികൾ ആരും ഇവരന്വേഷിച്ചു വരാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും അഗതി മന്ദിരത്തിലാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിനി എന്ത് ചെയ്യും ക്ലാര? സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ട ഈ സ്ത്രീയുടെ കൂടെ ഈ പിഞ്ചു കുഞ്ഞിനെ നമ്മൾ... ഇല്ല ഇല്ല മദർ, അത് പാടില്ല. ഈ കുഞ്ഞിനെ ഇതിനെ നമുക്ക് അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോ ഈ കുട്ടിയുടെ അമ്മയോ? രേണുകയെ നമുക്ക് അഗതി മന്ദിരത്തിൽ... എന്തൊരിരിപ്പ അമ്മ ഇത്! ഇന്ന് കുളിച്ചത് പോലും ഇല്ലല്ലോ. കുളിക്കുകയോ ആഹാരം കഴിക്കുക പോലും ചെയ്യാതെ അമ്മ ഇത് എത്ര നാളെന്ന് കരുതിയിട്ടാ ഇങ്ങനെ? വരൂ, എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കൂ അമ്മേ. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വന്നൊരൽപ്പം കഞ്ഞിയെങ്കിലും കുടിക്കമ്മേ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിശപ്പില്ലാത്തതുകൊണ്ടാ. വിശപ്പില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് ദേ വെറുതെ അസുഖം കൂട്ടരുത്. ഇനി അതും കൂടിയുള്ളു കാണാൻ. രേണുകയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് വിഷമം എന്ന് കരുതി ഇങ്ങനെ പട്ടിണി കിടക്കുന്നുണ്ട് എന്താ അമ്മയെ കാര്യം? താലോലം കാര്യം പിന്നെ പോലീസും വളരെ കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നല്ലേ അരുന്ധതി മാഡം പറഞ്ഞത്. അവര് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ രേണുകയെ കണ്ടുപിടിക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. പിന്നെ ധനേട്ടനും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഭഗവതി, എന്റെ കുഞ്ഞിനെ എത്രയും വേഗം നീ എനിക്ക് തിരിച്ചു കൊണ്ടുതരണേ. ആ, ധനേട്ടൻ വന്നു തോന്നുന്നേ. വല്ല വിവരവും കിട്ടിയോ തനപാല? ഓ, എവിടുന്ന് കിട്ടാനാ? തേരാപാര ഇങ്ങനെ അന്വേഷിച്ചലയാനാ നമ്മുടെ വിധി. പോകുന്നവർക്ക് അങ്ങ് പോയാൽ മതിയല്ലോ. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ആർക്കും അറിയണ്ടല്ലോ. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആരും എന്റെ മോളെ അന്വേഷിക്കണ്ട. ദേ കണ്ടോ, ഉടനെ അമ്മ അതിനെ ദുർവ്യാഖ്യാനമായി എടുത്തു. എന്റെ ഈ ഓട്ടത്തിനൊന്നും ഒരു ഫലമില്ലാതായി. അമ്മ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ധനേട്ടാ. ആ പിന്നെ ധനേട്ടാ, ആ അരുന്ധതി മേഡം വന്നിരുന്നു. രേണുകയെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ചാർജ് ഒരു പുതിയ CA ഏറ്റെടുത്തിരിക്കുകയാണെന്ന്. ഒരു CA അരുൺകുമാർ ആണെന്നോ മറ്റോ ആണ് പറഞ്ഞത്. അയാൾ അന്വേഷിക്കുന്ന കേസെല്ലാം തെളിഞ്ഞിട്ടുണ്ടത്രേ. ഇനിയിപ്പോ എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഉറപ്പാ, അല്ലേ ധനേട്ടാ? ആ, നീ പോയി കുറച്ച് വെള്ളം ചൂടാക്കെ. എനിക്കൊന്ന് കുളിക്കണം, വല്ലാത്ത ക്ഷീണം.
ഹലോ. ബായ്. എന്തോന്ന് ബായ്? എടാ പോത്തെ, നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചതേ സുഖവാസത്തിനൊന്നുമല്ല. പിന്നെ ഇവിടെ സംഗതികളാകെ കുഴയാൻ പോവാ. ബായിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് മനസ്സിലാകാഞ്ഞിട്ടാ. ഹോസ്പിറ്റലിൽ കയറിയ ഒരു അറ്റാക്ക്, അത് റിസ്കാ. പിന്നെ ഇന്നോ നാളെയോ അവളെ ഡിസ്ചാർജ് ചെയ്യും. വല്ല അഗതി മന്ദിരത്തിലും ആക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിച്ചു. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ശരി ശരി. ആ പിന്നെ ഇവിടെ പുതിയ CA ചാർജ് എടുക്കാൻ തുടങ്ങുക. വലിയ കൊമ്പും പാലും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കണം. ഓക്കെ ഓക്കെ. ക്ലാര, ക്ലാര, മോളെ എന്തു പറ്റി? എന്തു പറ്റി? എന്റെ കുഞ്ഞ്, അവൻ ആ ക്രിസ്റ്റി, അവൻ നമ്മുടെ കുഞ്ഞിനെ കൊല്ലും. നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം. കുഞ്ഞിനെ എടുത്തോണ്ട് വരാം. വാ മദർ. ക്ലാര, നീ ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്ക് മോളെ. നീ എന്തോ സ്വപ്നം കണ്ടതാ. അവക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. കിടക്ക് മോളെ. നമുക്ക് നാളെ തന്നെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. നമുക്കിങ്ങ് കൊണ്ടുവരാം. നേരെ ഒന്ന് വെളുക്കട്ടെ. വേറെ വഴികളൊന്നും നമ്മുടെ മുമ്പിലില്ലല്ലോ. കർത്താവിന്റെ തീരുമാനം അത് തന്നെയാവും. ഏതു നേരവും ആ കുഞ്ഞിന്റെ മുഖമാണ് എന്റെ മനസ്സിൽ. പാവം, എന്തായിരിക്കും മദർ ഇതിന് പിന്നിൽ? എന്തിനായിരിക്കും ആ അമ്മയോട് കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനാവോ മദർ? നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടെത്തിച്ചതാ അവരെ. അതൊരു നല്ല കാര്യമല്ലേ? അല്ലേ? ദൈവം രക്ഷിച്ചോളൂ അവരെ. അവിടെ തട്ടുന്നു. ആ പതുക്കെ പതുക്കെ. എന്തൊരു ദുർവിധിയാണ് എൻ്റെ കർത്താവേ. നൊന്തു പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ
സ്നേഹത്തോടെ ഒന്ന് താലോലിക്കാനോ മുലയൂട്ടാനോ കഴിയാതെ പോയ നിസ്സഹായായ പാവം പെൺകുട്ടി. മനോനില തകർന്ന ആ അമ്മയുടെ അനാഥയായ പാവം കുട്ടി. ഇല്ല മദർ, ഈ കുഞ്ഞൊരിക്കലും അനാഥയാവില്ല. ഇവൾ എന്റെ മോള, എന്റെ സ്നേഹമോൾ. താലോലം അടച്ചുപൂട്ടുക. രേണുകയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുക. അഭയകേന്ദ്രത്തിന്റെ മറവിലെ പെൺവാണിഭം അവസാനിപ്പിക്കുക. രേണുകയുടെ തിരോധാനം അന്വേഷിക്കുക. രേണുകയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അരുന്ധതി മേനോന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുക. രേണുകയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. താലോലം അടച്ചുപൂട്ടുക. അരുന്ധതി മേനോന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുക. രേണുകയുടെ തിരോധാനം അന്വേഷിക്കുക. രേണുകയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. അഭയകേന്ദ്രത്തിന്റെ മറവിലെ പെൺവാണിഭം അവസാനിപ്പിക്കുക. അരുന്ധതി മേനോന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുക. രേണുകയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അന്വേഷിക്കുക. രേണുകയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. അഭയകേന്ദ്രത്തിന്റെ മറവിലെ പെൺവാണിഭം അവസാനിപ്പിക്കുക. അരുന്ധതി മേനോന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുക. രേണുകയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക.